മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ കൊണ്ടോട്ടി MLA ആയിട്ടുള്ള അഷ്റഫ് അലിയുടെ റീൽ ചിത്രീകരണം വിവാദത്തിൽ. RTO ഓഫീസിൽ RTOയുടെ കസേരയിൽ ഇരുന്ന സിനിമാ ഡയലോഗുമായി റീൽ ചിത്രീകരിച്ചതിൽ ചട്ടലംഘനം ഉണ്ട് എന്നതാണ് ആരോപണം. സമൂഹ മാധ്യമങ്ങളിൽ വലിയ വിമർശനം ആണ് ഇപ്പോൾ ഉയരുന്നത്. നമുക്ക് ആദ്യം ആ റീൽ ഒന്ന് കാണാം. RTO ഓഫീസ് സന്ദർശിച്ച് സിനിമാ ഡയലോഗ് കൂടി ആണ് ഈ റീൽ ചിത്രീകരിച്ചത് എന്നതാണ്. ഇത് ഈ MLA തന്നെ TP അഷ്റഫ് അലി തന്നെ പങ്കുവെക്കുകയും അദ്ദേഹം ഇതിൽ പറയുന്നത് കൊണ്ടോട്ടി ജോയിന്റ് RTO ഓഫീസ് സന്ദർശിച്ചു. കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ഏരിയയുള്ള, കൂടുതൽ വാഹന രജിസ്ട്രേഷനുള്ള, കൂടുതൽ ആളുകൾ ലൈസൻസിന് അപേക്ഷിക്കുന്ന ജോയിന്റ് RTO ഓഫീസുകളിൽ ഒന്നാണ് കൊണ്ടോട്ടിയെന്നും വേണ്ടത്ര ഉദ്യോഗസ്ഥരില്ലാതെ ജനം ദുരിതത്തിലാവുകയാണ്. നീണ്ട കാലതാമസം മൂലം ലൈസൻസിനും മറ്റും ഇതര സംസ്ഥാനങ്ങളിലേക്കും ജില്ലകളിലേക്കും ജനങ്ങൾ പോകേണ്ട സാഹചര്യമാണുള്ളത് എന്നതുമാണ്. ഇടത് സർക്കാർ ഒട്ടും ശ്രദ്ധിക്കാത്തതിനാൽ വലിയ റവന്യൂ നഷ്ടവും സംസ്ഥാനത്തിനുണ്ടായി. UDF സർക്കാർ ആ പ്രശ്നത്തിന് പരിഹാരം കാണും, ജനങ്ങൾക്ക് ആശ്വാസകരമായ മാറ്റങ്ങൾ ഈ ഓഫീസിൽ കൊണ്ടുവരും. ഇങ്ങനെ അടിക്കുറിപ്പോട് കൂടിയാണ് ഈ റീൽസ് അദ്ദേഹം തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഷെയർ ചെയ്യുന്നത്. ഈ റീലാണ് ഇപ്പോൾ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. അവിടെ തീർച്ചയായും സോഷ്യൽ മീഡിയ ഉയർത്തുന്ന സംശയങ്ങൾ അതെന്ത് എന്നതാണ്. സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വലിയ വിമർശനം ഈ റീൽ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിന് കാരണം എന്ത് എന്നതിലേക്ക് പോകുമ്പോൾ, അതായത് ഈ ജനപ്രതിനിധികൾ മാറുന്ന കാലഘട്ടമാണ്. അപ്പോൾ ജനപ്രതിനിധികളുടെ PR വർക്കുകളുമൊക്കെ മാറും. ഇപ്പോൾ ഇതാ എവിടെ ജനപ്രതിനിധികൾ പോയാലും അതിനു മുന്നിൽ മൊബൈൽ ഫോണുമായി ഒക്കെ ഒരു സംഘമുണ്ടാകും. അവർ റീൽ ചിത്രീകരിക്കും. അതിലൊന്നും പിഴവ് പറയാൻ പറ്റില്ല. പക്ഷേ ഈ റീൽ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന ഒരു വിവാദം എന്നത് ഒരു ഔചിത്യമില്ലായ്മ ഉണ്ടായോ MLAയുടെ ഭാഗത്ത് നിന്ന്? MLA ചട്ടലംഘനം ആണോ നടത്തിയത്? ഇത്തരം പ്രവണതകൾ ഒക്കെ അംഗീകരിക്കപ്പെടേണ്ടതുണ്ടോ? നമുക്ക് CV അനുമോദാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. അനുമോദ്, ആ ദൃശ്യങ്ങളിൽ കാണാം MLA എത്തുന്നു, ഉദ്യോഗസ്ഥർ സല്യൂട്ട് ചെയ്യുന്നു. ഈ സല്യൂട്ടുമായി ബന്ധപ്പെട്ട് നമുക്ക് ചട്ടങ്ങൾ ഒക്കെ ഉണ്ട്. അങ്ങനെ എല്ലാ ജനപ്രതിനിധികളെയും ഒന്നും സല്യൂട്ട് ചെയ്യേണ്ടതില്ല. അത് പക്ഷേ ചോദിച്ചു വാങ്ങിച്ച ഒരു സല്യൂട്ട് എന്ന് പറയാൻ സാധിക്കില്ല. മറ്റൊന്ന്, അദ്ദേഹം ഇരുന്ന ഇടം അത് അവിടുത്തെ ഉദ്യോഗസ്ഥർ ഇരിക്കേണ്ട ഇരിപ്പിടമാണ്, അവിടെയാണ് ഇരുന്നത്. ഇതൊക്കെയാണ് സമൂഹ മാധ്യമങ്ങളിൽ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. അവിടുത്തെ പോരായ്മകൾ പരിഹരിക്കപ്പെടുന്നുവെങ്കിൽ അത് നല്ലത്. അവിടെ സന്ദർശിക്കുന്നു, ഉദ്യോഗസ്ഥരുടെ മേൽ ജനപ്രതിനിധികൾക്കൊരു കണ്ണുണ്ടാകുന്നു, അതെല്ലാം സ്വാഗതം ചെയ്യപ്പെടുകയാണ്. പക്ഷേ ആ ഒരു രീതിയും അവിടെ സന്ദർശനം നടത്തിയ രീതിയും ഒക്കെയാണല്ലോ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത്. അഭിലാഷ്, ഇവിടെ ചട്ടത്തിനേക്കാൾ കൂടുതൽ ഈ ഒരു റീല് പുറത്തു വന്നതിന് പിന്നാലെ വിമർശനം ഉയർത്തുന്നത് ഇതൊരു ഔചിത്യത്തിൻ്റെ പ്രശ്നമാണോ എന്നുള്ളതാണ്. നമുക്ക് രണ്ട് തരത്തിൽ ഇതിനെ കാണണം. ഒന്ന്, പലപ്പോഴും ജനപ്രതിനിധികൾ സർക്കാർ ഓഫീസുകളിൽ കയറി ചെന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും അല്ലെങ്കിൽ പ്രശ്നങ്ങൾക്ക് വേണ്ടി ഇടപെടുകയും ഉദ്യോഗസ്ഥരോട് പരുഷമായി പെരുമാറുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ സാഹചര്യം നേരെ തിരിച്ചായിരുന്നു. അഷ്റഫ് അലി ഈ ജോയിന്റ് RTO ഓഫീസിലേക്ക് വരുമ്പോൾ തന്നെ അദ്ദേഹത്തിന് ബൊക്ക കൊടുത്ത് സ്വീകരിക്കുന്നു, അദ്ദേഹത്തിന് സല്യൂട്ട് നൽകുന്നു. തുടർന്ന് അദ്ദേഹം ജോയിന്റ് RTOയുടെ കസേരയിൽ ഇരുന്നുകൊണ്ട് അവർ പറയുന്നത് കേൾക്കുന്നു എന്നുള്ളതാണ് ഈ റീലിലുള്ളത്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വേഷവിധാനങ്ങൾ കൂടിയുണ്ട്. അതാണ് ഈ വിമർശനങ്ങൾക്ക് വഴിയൊരുക്കുന്നതും. അതോടൊപ്പം തന്നെ ആ റീലിൽ ഉപയോഗിച്ച സംഗീതം, അത് തമിഴിലെ ഒരു ദളപതിയുടെ ഒരു ആവേശമുണ്ടാക്കുന്ന ഒരു മ്യൂസിക്കാണ് അതിന് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ MLA ഷോ കാണിക്കുകയായിരുന്നോ എന്നൊരു ചോദ്യം ഇത് കാണുന്ന ആർക്കും തോന്നിയേക്കാം. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് MLAയുടെ അഷ്റഫ് അലിയുടെ ഒരു ഭാഗം കൂടി അറിയേണ്ടതുണ്ട്. അദ്ദേഹം പറഞ്ഞത്, ഞാൻ സംസാരിച്ചു വരുന്നതോട് അദ്ദേഹം പറഞ്ഞത്, പ്രവേശന ഉത്സവ ദിനത്തിൻ്റെ അന്ന് തന്നെയായിരുന്നു ഈ RTO ഓഫീസിൽ അദ്ദേഹം സന്ദർശിച്ചത്. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ സ്കൂളിലേക്ക് പോയ അതേ വേഷവിധാനങ്ങളോടെ തന്നെയാണ് അദ്ദേഹം ഇവിടേക്കും പോയത്. അവിടെ ചെന്നപ്പോൾ അവർ സ്വീകരിച്ചു. ആദ്യം ഞാൻ ആ കസേരയിൽ ഇരിക്കുന്നില്ല എന്ന് പറഞ്ഞെങ്കിലും ജോയിന്റ് RTO നിർബന്ധിച്ചതിനെ തുടർന്നാണ് അവിടേക്ക് ഇരുന്നതെന്നും അത് മറ്റൊരു തരത്തിലുള്ള കടന്നുകയറ്റമായിട്ടോ അധികാരം കാണിക്കലായിട്ടോ ഒന്നുമല്ല കാണിച്ചിട്ടുള്ളത്. അവരുടെ ക്ഷണം സ്വീകരിച്ച് ഞാൻ അവിടെ ചെല്ലുകയും
അവർ നിർബന്ധിച്ചപ്പോൾ ഞാൻ അവിടെ ഇരിക്കുകയും ചെയ്തു എന്നുള്ളത് മാത്രമല്ല ഞാനവിടെ ചെന്നത് ജനങ്ങളുടെ പ്രശ്നം എന്താണെന്നുള്ളത് മനസ്സിലാക്കി അധികൃതരോട് സംസാരിക്കാനാണ്. ആ പ്രശ്നം അഡ്രസ്സ് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിച്ചിരുന്നത്. ഇതിന് ഇപ്പോൾ ആ റീൽസിന് വലിയ റീച്ച് കിട്ടുന്നുണ്ട്. അതിൽ വളരെ കുറഞ്ഞൊരു ശതമാനം മാത്രമാണ് തനിക്കെതിരെ ഈ വിമർശനം ഉന്നയിക്കുന്നത്. അതെല്ലാം തന്നെ ലെഫ്റ്റ് ഹാൻഡിലുകളാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഈ വിവാദത്തിന് പിന്നാലെ പോകാൻ താല്പര്യമില്ല. പക്ഷേ ഇതിൻ്റെ MLAക്ക് പറയാനുള്ളൊരു കാര്യം ഇതാണെന്നാണ് ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഇതിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു MLAയെ ഉദ്യോഗസ്ഥർ സല്യൂട്ട് ചെയ്യുന്നത് ചട്ടപ്രകാരം വേണമെന്നുള്ളതല്ല. അത് അവരുടെ ചിലപ്പോൾ ഒരു സ്നേഹം കൊണ്ടോ അവർ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു ആദരം കൊണ്ടോ ആയിരിക്കാം. അത് ചട്ടപ്രകാരമാണോ അല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ ഇരിക്കേണ്ട കസേരയിൽ MLA ഇരിക്കാമോ എന്ന ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അത് വിമർശനങ്ങൾ പലതും വല്ലാതെ തന്നെ അദ്ദേഹത്തിൻ്റെ ഔചിത്യത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ഉയരുന്നുണ്ട്. ഇവിടെ സർക്കാർ ഉദ്യോഗസ്ഥർ ക്ഷണിച്ചുകൊണ്ട് താൻ അവിടെ ഇരിക്കുന്നു എന്ന് MLA വിശദീകരിക്കുമ്പോഴും അങ്ങനെയല്ല ചെയ്യേണ്ടിയിരുന്നത് എന്ന തരത്തിൽ തന്നെയാണ് വിമർശനങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉയരുന്നത്. MLAക്ക് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയുടെ ഉദ്ദേശശുദ്ധിയേക്കാൾ കൂടുതൽ അത് ചിത്രീകരിച്ചതിൻ്റെ രീതിയും അദ്ദേഹത്തിൻ്റെ വസ്ത്രവും ശരീരഭാഷയും അതിനൊപ്പം തന്നെ അതിൻ്റെ മ്യൂസിക്കും ഇത് അദ്ദേഹത്തിനെതിരായിട്ടുള്ള ഒരു വിമർശനങ്ങൾക്ക് വഴിയൊരുക്കി എന്ന് വേണം ഈ ഒരു ഘട്ടത്തിൽ പറയുവാൻ. എന്നാണെങ്കിലും ഇത് സംബന്ധിച്ചുള്ള പ്രതികരണം നമ്മൾ ആരാഞ്ഞിരുന്നു. ഇടതുപക്ഷ സംഘടനകളുടെയൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഏറ്റവും അധികം വിമർശനം ഉന്നയിച്ചിരിക്കുന്ന ഇടതുപക്ഷ സംഘടനകൾ അതിന് താഴെ സഖാക്കളാണ്. അവർ പ്രതികരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ക്യാമറയ്ക്ക് മുന്നിൽ പ്രതികരിക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. അവരുടെ പ്രതികരണം നമുക്ക് ലഭിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇതിനെ സംബന്ധിച്ച് ചട്ടലംഘനമോ നിയമവിരുദ്ധമായ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നാണ് ഈ ഘട്ടം വരെ അറിയാനാകുന്നത്. സ്വാഭാവികമായിട്ടും MLAക്ക് പറയാനുള്ളത് നേരത്തെ എന്നോട് സംസാരിച്ചതുപോലെ തന്നെ ആകും. ഇതിൽ ചട്ടലംഘനമല്ല, ഈ ദൃശ്യങ്ങളും അതിൻ്റെ മ്യൂസിക്കും ആ ഒരു പശ്ചാത്തലവും എല്ലാം ചേർന്നുണ്ടാക്കുമ്പോൾ ഇങ്ങനെയായിരുന്നോ ഒരു MLA ചെയ്യേണ്ടിയിരുന്നത് എന്ന ചോദ്യമാണ് ഈ സാഹചര്യം ഉയർത്തുന്നത്. അഭിലാഷ്. യെസ്, സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഓഫീസിൽ എത്തിയതോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പരിശോധിച്ചതിലോ ഒന്നുമല്ല, മറിച്ച് അദ്ദേഹത്തിൻ്റെ ഇരിപ്പിടം അങ്ങനെ ഒരു ചെയറിൽ ആണോ ഇരിക്കേണ്ടത്, ഒപ്പം ഇങ്ങനെ ഒരു MLA എത്തുമ്പോൾ അതിനെ സല്യൂട്ട് ചെയ്ത് ഈ നിലയിലൊക്കെ സ്വീകരിക്കേണ്ടതുണ്ടോ, ഇത്തരം വിഷയങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. അതൊരു ഔചിത്യമില്ലായ്മയാണോ എന്ന സംശയം ആണ് പൊതുസമൂഹത്തിൽ പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ ഉയരുന്ന ചോദ്യം. ഇപ്പോഴിതാ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ നിയമസഭയിൽ സംസാരിക്കുന്നതിന്റെ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.